മനുഷ്യൻ. ബുദ്ധിപരമായും ഭാഷാപരമായും ഒക്കെ മറ്റു ജീവികളിൽ നിന്നും ഏറെ വ്യത്യസ്തൻ. എന്നാൽ അവിടെ തീർന്നുവോ അവന്റെ കഴിവുകൾ? ഭൂമിയിലെ ജീവജാലങ്ങളുടെ അടിസ്ഥാനം നിലവിലെ അറിവ് പ്രകാരം പരിണാമമാണ്. ഈ പരിണാമത്തെ മറികടന്ന സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് നിയമത്തെ വെല്ലുവിളിച്ച് ജീവിക്കുന്നത് നമ്മൾ മാത്രമല്ലേ? എന്റെ കാഴ്ചപ്പാടിൽ ഏറെക്കുറെ അങ്ങനെയാണ്. ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചുവടെ കമന്റായി രേഖപ്പെടുത്താം. ശരി, മരുന്നും ചികിത്സയും. ഏറ്റവും ആരോഗ്യമുള്ളവൻ വേണമെന്ന നിയമം ഇവിടെ ലംഘിക്കപ്പെടുന്നു. പകരം കാശുള്ളവൻ കൂടുതൽ നല്ല ആശുപത്രികളിലും വില കൂടിയ മരുന്നുകളും കൊണ്ട് സർവൈവ് ചെയ്യുന്നു. പണം കുറഞ്ഞവർ വേഗം പണമാകുന്നു. ഇവിടെ പണത്തിന്റെ ഫിറ്റ്നസ് ആണ് പരിപാലിക്കപ്പെട്ടത്, ശരിയല്ലേ? അറിവിന്റെ കാര്യമെടുത്താലോ? അറിവുള്ളവൻ കൂടുതൽ സർവൈവ് ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണവും അപകടങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കലും. ഇവിടെ വിജ്ഞാനത്തിന്റെ ഫിറ്റ്നസ് ആണ് പരിപാലിക്കപ്പെട്ടത്. രാജ്യങ്ങളിലും ഈ വ്യത്യാസം നമുക്ക് കാണാം. വികസിത രാജ്യങ്ങളിൽ ആരോഗ്യം കുറഞ്ഞവൻ പോലും നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നു. അവനേക്കാൾ ഫിറ്റായ ദരിദ്ര രാജ്യക്കാരൻ മരിക്കുന്നു. ഇവിടെ രാജ്യത്തിന്റെ ഫിറ്റ്നസ് ആണ് അവനിൽ പ്രവർത്തിച്ചത്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് ചുമ്മാതല്ല. അടുത്ത തലമുറ ഉണ്ടാകാത്ത ദമ്പതിമാർ സെലക്ഷനിൽ നിന്നും പുറത്തായി എന്നാണ് അർത്ഥം. വേറെ ഏത് ജീവിയാണെങ്കിലും അടുത്ത തലമുറയ്ക്ക് അർഹതയില്ലതാനും. എന്നാൽ ഇവിടെ കാശുള്ളവർക്ക് കൃത്രിമ ഗർഭധാരണം ചെയ്യുവാനും പരമ്പരകളെ സൃഷ്ടിക്കുവാനും കഴിയും. അവരെക്കാൾ ആരോഗ്യവും ബുദ്ധിയുമുള്ളവർ അല്ലറ ചില്ലറ പൂജ നടത്തിയും മുറിവൈദ്യം പരീക്ഷിച്ചും വംശമറ്റ് പോവുകയും ചെയ്യുന്നു. അല്ല, അതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. ഇങ്ങനെ പലതിലും നാച്ചുറൽ സെലക്ഷനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം. ഇത് സ്വന്തം കാര്യമാണെങ്കിൽ മറ്റു ജീവികളെയും വെറുതെ വിടുന്നില്ല എന്നതും നാം മനസ്സിലാക്കണം. നമുക്ക് ഉപകാരമുള്ള ജീവിവർഗങ്ങളെയും ബ്രീഡുകളെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവയുടെ വ്യവസ്ഥയും തകിടം മറിയുന്നു. ഗോൾഡ് ഫിഷ്, പശു, ആട്, പേർഷ്യൻ പൂച്ചകൾ, ആനകൾ, കുതിരകൾ, ജർമ്മൻ ഷെപ്പേഡുകൾ മുതലായ എല്ലാ ജീവി ബ്രീഡുകളെയും നാച്ചുറൽ സെലക്ഷനിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. മാംസത്തിനുപയോഗിക്കുന്ന പോർക്ക്, കോഴി, മുയൽ വർഗ്ഗങ്ങൾ എന്നിവയും ഇതിൽപ്പെടുത്താം. ഇവയൊന്നും അവരുടെ സ്പീഷീസിലെ ഏറ്റവും ഫിറ്റായിട്ടുള്ള വർഗ്ഗങ്ങളായിരിക്കണമെന്നില്ല. ഇനി തിരിച്ചുള്ള കാര്യവുമുണ്ട്. കടലിലെ ഭക്ഷ്യയോഗ്യമായ മീനുകൾ, തിമിംഗലങ്ങൾ, സ്രാവുകൾ, നീരാളികൾ എല്ലാറ്റിനെയും പിടിച്ചുകൊണ്ടുവരുന്നു. നാച്ചുറൽ സെലക്ഷൻ അർഹമായ ജീവികളാണെങ്കിൽ കൂടി ഇവ പതുക്കെ പ്രകൃതിയിൽ നിന്നും പിന്തള്ളപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ആരോഗ്യമുള്ളവയെ നോക്കിയാണ് നമ്മൾ പിടിക്കുന്നതെന്നും കൂടി ചിന്തിച്ചാൽ നമ്മൾ ഈ സെലക്ഷനെ മുഖത്തടിക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കും. കൂടാതെ നമ്മുടെ ഫാക്ടറികളും ആണവശാലകളുമെല്ലാം നാച്ചുറൽ സെലക്ഷനിൽ വിജയിക്കേണ്ട പല പക്ഷികളെയും തീർക്കുന്നു. സ്വതന്ത്രമായ യഥാർത്ഥ പരിണാമം എവിടെയായിരിക്കും നടക്കുന്നത്? ആവോ, ആർക്കറിയാം? അല്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം? കേൾക്കട്ടെ. അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോ.